കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് മോഹൻലാൽ കേസ് കൊടുത്തു എന്നത്. സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ച ചെയ്യാത്ത വിഷയവും അതുപോലെ മാധ്യമങ്ങൾ അധികം എടുക്കാത്ത വിഷയവുമാണ്. എന്നാൽ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് മോഹൻലാലാണെന്നും അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും നാൾ അദ്ദേഹം ട്രോളിൽ നിൽക്കുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉപയോഗിച്ച് അത് AI-യിൽ കയറ്റി അത് കൃത്രിമമായി ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സൈബർ പോലീസിന് തന്നെ മോഹൻലാൽ കോടതിയിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് കൃത്യമായി ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. നടൻ മോഹൻലാലിൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിൻ്റെ പേരും രൂപവും ശബ്ദവും വാണിജ്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് മോഹൻലാൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വോയിസ് ക്ലോണിംഗ് നടത്തിയും വ്യാജ പരസ്യങ്ങൾ നിർമ്മിച്ചും പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനെതിരെയാണ് താരം കോടതിയിൽ എത്തിയത്. വിഷയത്തിൽ കൂടുതൽ വസ്തുതകൾ മോഹൻലാലിൻ്റെ അഭിഭാഷക അഡ്വക്കേറ്റ് സ്മിത നായർ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ അനുമതിയോ സമ്മതമോ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വ്യാജ അക്കൗണ്ടുകൾക്ക് വഴി ദുരുപയോഗം ചെയ്യുന്നത് നിലവിൽ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് സ്മിത നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഏറ്റവും ഭീഷണിയാകുന്നത് AI ഉപയോഗിച്ചുള്ള വോയിസ് ക്ലോണിംഗ് ആണ്. മോഹൻലാൽ നേരിട്ട് സംസാരിക്കുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ശബ്ദം കൃത്രിമമായി നിർമ്മിച്ച് ഓൺലൈൻ ലോട്ടറികളും ലേണിംഗ് ആപ്പുകളും ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് വിശ്വസിച്ച് സാധാരണക്കാർ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ കർശനമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചുവെന്നാണ് സ്മിത നായർ പറയുന്നത്. മോഹൻലാലിൻ്റെ അനുമതിയോ സമ്മതമോ കൂടാതെ അദ്ദേഹത്തിൻ്റെ പേരും രൂപവും ശബ്ദവും വ്യാജ അക്കൗണ്ടുകൾ വഴി വിവിധ ബ്രാൻഡുകൾ ദുരുപയോഗം ചെയ്യുന്നത് നിലവിൽ വലിയൊരു പ്രതിസന്ധിയായി തന്നെ മാറിയിരിക്കുകയാണ് എന്നവർ കൂട്ടിച്ചേർത്തു. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്നൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതാണ് ഇതിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. മോഹൻലാലിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് എന്തുമാത്രമായിരിക്കും ഇന്നത്തെ കാലത്ത് അനുഭവിക്കേണ്ടി വരിക. ഇന്ന് ക്ലോണിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്ന സാഹചര്യമാണ്. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പെൺകുട്ടിയോ ആൺകുട്ടിയോ നഷ്ടം ആർക്കാണെന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ മോഹൻലാലിന് ഇത് സംഭവിച്ചതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. മറ്റൊരാൾക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആളുകൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയല്ല പല ബ്രാൻഡുകളും ഇത്തരം കണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വലിയൊരു ചർച്ചയായി തന്നെ മാറുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം AI ഉപയോഗിച്ചുള്ള വോയിസ് ക്ലോണിംഗ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ ശബ്ദം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. മോഹൻലാൽ നേരിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ശബ്ദം കൃത്രിമമായി നിർമ്മിച്ച് പല ബ്രാൻഡുകളെയും എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് പരസ്യങ്ങൾ എത്തിച്ചു. ഇതാണ് മോഹൻലാലിന് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യവും കേസിൽ പോകാം എന്ന് അദ്ദേഹം തീരുമാനിച്ചതും. സാധാരണ ഇത്തരത്തിലൊന്നും തന്നെ കേസിന് പോകാതെ അതൊക്കെ സംസാരിച്ച് തീർക്കാനാണ് താരങ്ങളെല്ലാം തന്നെ നോക്കുക. എന്നാൽ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്നും ഇത് കുറച്ചധികമായി തന്നെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.